നമ്മളിപ്പോൾ പറഞ്ഞത് സൈ എന്ന് പറഞ്ഞ കേസ് നമ്മൾ പറഞ്ഞു. അപ്പൊ നമുക്ക് സൈ എന്താണ് നമ്മൾ പഠിക്കും? സൈ എന്ന് പറഞ്ഞാൽ ബീറ്റ ഡി കോസ് ഫൈ പ്ലസ് ആൽഫ. അപ്പൊ നമുക്ക് സൈ എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഫേസ് ഡിഫറൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സൈ എന്ന് പറഞ്ഞെടുക്കുന്നത്. ടോട്ടൽ ഫേസ് ഡിഫറൻസ് ആണ് സൈ എന്ന് പറയുന്നത്. അത് ഇൻഡിവിജ്വൽ ഫേസ് ഡിഫറൻസ് ആയിട്ട് വരുന്ന ഏതായിരിക്കും? ആൽഫയാണ് നമ്മൾ എടുക്കുന്നത്. നമ്മൾ മാർക്ക് ചെയ്തായിരുന്ന ഫിഗറിനകത്ത് ഫേസ് ഡിഫറൻസ് ഇൻ അഡ്ജസന്റ് പോയിന്റ് സോഴ്സസ് ഓർ എ പ്രോഗ്രസീവ് ഫേസ് ഷിഫ്റ്റ് ബിറ്റ്വീൻ ടു പോയിന്റ് സോഴ്സസ്. അപ്പൊ അഡ്ജസന്റ് ആയിട്ട് വരുന്ന നമ്മൾ എടുക്കുന്നത് ആൽഫയാണ് എടുക്കുന്നത്. സൈ എന്ന് പറയുന്നത് ടോട്ടൽ ഫേസ് ഡിഫറൻസ് ഓഫ് ദ ഫീൽഡ് അറ്റ് ദ പോയിന്റ് പി ഫ്രം ദ അഡ്ജസന്റ് സോഴ്സസ്. അപ്പൊ ടോട്ടൽ ആയിട്ട് വരുന്ന സൈയും ഇൻഡിവിജ്വൽ ആയിട്ട് വരുന്നത് ആൽഫയും നമ്മളിവിടെ സെലക്ട് ചെയ്തു. ഇനി നമ്മൾ എടുക്കുന്നത് നമ്മുടെ ഇക്വേഷൻ 1 ഉണ്ട്. ഇക്വേഷൻ 1 നമുക്ക് കിട്ടി. ഇക്വേഷൻ 1 നമ്മൾ ഇ റേസ് ടു ജെ സൈ വെച്ച് ബോത്ത് സൈഡ്സ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുവാണ് ചെയ്തത്. അപ്പൊ നമുക്ക് വരുമ്പോഴത്തേക്ക് എന്താ? ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റു, അതായത് ബോത്ത് സൈഡ്സ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. ബോത്ത് സൈഡ്സ് et into e raised to j psi is equal to E0 into നമുക്ക് ഇവിടെ എല്ലാം ആ 1 എന്നുള്ളതിന്റെ കൂട്ടത്തിൽ എല്ലാം നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് വരുമ്പോഴത്തേക്ക് ഈ പോർഷൻ നമുക്ക് 1 പ്ലസ് ഇ റേസ് ടു ജെ സൈ നമ്മൾ ഇ റേസ് ടു ജെ സൈ കൊണ്ട് മൾട്ടിപ്ലൈ 1 എന്ന് പറയുന്നത് ഇ റേസ് ടു ജെ സൈ. അതുപോലെ ഇവിടെ ഇ റേസ് ടു ജെ എൻ മൈനസ് 1 ഇൻറ്റു സൈ എന്നായിരുന്നു ഫസ്റ്റ് ഇക്വേഷൻ. അത് അപ്പൊ ഇ റേസ് ടു ജെ സൈ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇ റേസ് ടു ജെ എൻ സൈ എന്നായിട്ട് നമുക്ക് ഇവിടെ കിട്ടും. അപ്പൊ ഇത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് ഇതിനെയാണ് നമ്മൾ ഇക്വേഷൻ നമ്പർ 2 ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്തു. ഇനി നമ്മൾ ചെയ്യുന്നത് ഫസ്റ്റ് ഇക്വേഷനിൽ നിന്ന് നമ്മൾ നമ്മുടെ ഈ സെക്കൻഡ് ഇക്വേഷൻ മൈനസ് ചെയ്യും. ഫസ്റ്റ് ഇക്വേഷൻ സെക്കൻഡ് ഇക്വേഷൻ മൈനസ് ചെയ്യുമ്പോൾ ക്യാൻസൽ ചെയ്യാൻ പറ്റുന്നതല്ല. നമ്മൾ ഈ ടേംസ് എല്ലാം നമുക്ക് ക്യാൻസൽ ആയി പോകും. പിന്നെ നമുക്ക് വന്നിട്ട് ഏതേ കാണത്തുള്ളൂ? ഇ ടി ഇസ് ഈക്വൽ ടു ഇ ടി ഇൻറ്റു ഇ റേസ് ടു ജെ സൈ ഇസ് ഈക്വൽ ടു E0 ഇൻറ്റു 1 മൈനസ് ഇ റേസ് ടു ജെ എൻ സൈ എന്ന് പറയുന്ന ടേമേ കാണത്തുള്ളൂ. അപ്പൊ നമുക്ക് അതിനകത്ത് അറിയാം, നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ട ഏതാണ്? ഇ ടി ആണ്. ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അറ്റ് പോയിന്റ് പി ആണ്. അപ്പം ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഇ ടി എന്ന് പറഞ്ഞാൽ നമ്മൾ എടുക്കുമ്പോഴത്തേക്ക് എന്ത് വരും? ഇ ടി ഇസ് ഈക്വൽ ടു E0 ഇൻറ്റു, അതായത് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള E0 ഇൻറ്റു 1 മൈനസ് ഇ റേസ് ടു ജെ എൻ സൈ ഡിവൈഡ് ബൈ 1 മൈനസ് ഇ റേസ് ടു ജെ സൈ. ഇതിനെ നമ്മൾ ഇക്വേഷൻ നമ്പർ 3 ആയിട്ട് എടുത്തു. ഇനി നമ്മൾ എടുക്കാം, നമുക്ക് ഇ റേസ് ടു ജെ സൈ, അതായത് ഇ റേസ് ടു ജെ തീറ്റ എന്ന് പറഞ്ഞ് നമ്മൾ എടുക്കുമ്പോൾ എന്തായിരിക്കും? ഇ റേസ് ടു ജെ തീറ്റ ബൈ 2 പ്ലസ് ഇ റേസ് ടു ഇൻറ്റു ഇ റേസ് ടു ജെ തീറ്റ ബൈ 2 നമുക്ക് എഴുതാമല്ലോ. ഇൻറ്റു ആണിത്. അപ്പൊ അതേപോലെ തന്നെ നമുക്ക് ഇ റേസ് ടു ജെ എൻ സൈ നമുക്ക് ഇ റേസ് ടു ജെ എൻ സൈ ബൈ 2 ഇൻറ്റു ഇ റേസ് ടു ജെ എൻ സൈ ബൈ 2 എന്ന് എഴുതാം. താഴത്തെ ഇ റേസ് ടു ജെ സൈ അതുപോലെ തന്നെ ഇ റേസ് ടു ജെ സൈ ബൈ 2 ഇൻറ്റു ഇ റേസ് ടു ജെ സൈ ബൈ 2 നമ്മളിവിടെ എഴുതി. പിന്നെ അതുപോലെ നമുക്കറിയാം ഇ റേസ് ടു ജെ തീറ്റ ഇൻറ്റു ഇ റേസ് ടു മൈനസ് ജെ തീറ്റ എന്താ? ഇ റേസ് ടു 0 അല്ലേ വരുന്നത്? ഇറ്റ്സ് ഈക്വൽ ടു 1 ആണ് വരിക. അതേപോലെ ഈ 1ന്റെ പ്ലേസിലേക്ക് നമുക്ക് മാറ്റാൻ വേണ്ടി പോവാണ്. ഇ റേസ് ടു പോസിറ്റീവ് ജെ എൻ സൈ ബൈ 2 ഇൻറ്റു ഇ റേസ് ടു മൈനസ് ജെ എൻ സൈ ബൈ 2 എന്ന് കൊടുത്തു. താഴെ അതുപോലെ തന്നെ കൊടുത്തു. ഇവിടെ രണ്ടും കോമൺ ആയിട്ട് ഏതാ? ഈ ടേം ഈ രണ്ട് ടേമിലും കോമൺ ആണ്, ഈ ടേം ഈ രണ്ട് ടേമിലും കോമൺ ആണ്. അത് നമ്മൾ ഔട്ട് സൈഡിലേക്ക് മാറ്റുവാണ് ചെയ്തേക്കുന്നത്. ഔട്ട് സൈഡിലേക്ക് മാറ്റി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് കിട്ടും? കോമൺ ആയിട്ടുള്ളത് മാറ്റിക്കഴിഞ്ഞ് ബാക്കിയുള്ള പോർഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ കിട്ടുന്നത് എന്താണ്? അതായത് ഫസ്റ്റ് ന്യൂമറേറ്ററിൽ നിന്ന് ഇ റേസ് ടു ജെ എൻ സൈ ബൈ 2 എടുത്തു, ഡിനോമിനേറ്ററിന് ഇ റേസ് ടു ജെ സൈ ബൈ 2 എടുത്തു. ബാക്കിയുള്ളത് ഇ റേസ് ടു മൈനസ് ജെ എൻ സൈ ബൈ 2 മൈനസ് ഇ റേസ് ടു ജെ എൻ സൈ ബൈ 2 ഡിവൈഡഡ് ബൈ ബാക്കിയുള്ളത്. ഇപ്പൊ ഇവിടെ നമുക്ക് ഇ റേസ് ടു ജെ തീറ്റ മൈനസ് ഇ റേസ് ടു മൈനസ് ജെ തീറ്റ ഡിവൈഡഡ് ബൈ 2j എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുള്ളത് എന്തായിരിക്കും? സൈൻ തീറ്റ നമ്മൾ പഠിച്ചിട്ടുള്ളത് അല്ലേ? അപ്പൊ ഈ ഒരു കേസിൽ നമുക്ക് ഇവിടെ വരുമ്പോഴത്തേക്ക് നമുക്ക് എന്താ? ഇത് സൈൻ തീറ്റയുടെ ടൈമിൽ എഴുതാമല്ലോ. സൈൻ തീറ്റയുടെ വരുമ്പോഴത്തേക്ക് നമുക്ക് രണ്ട് ടൈം സൈൻ തീറ്റ നമുക്ക് രണ്ട് ടൈം എടുക്കാം. 2j ഒക്കെ നമുക്ക് ക്യാൻസൽ ആയിപ്പോ ഈ സൈൻ തീറ്റ എന്നുള്ള ഈ പോർഷനിൽ വരുമ്പോഴത്തേക്ക് നമുക്ക് ഇനി എഴുതുമ്പോൾ സൈൻ എൻ സൈ ബൈ 2 ഫസ്റ്റ് കേസ്, സെക്കൻഡ് കേസ് സൈൻ സൈ ബൈ 2 വരും. അപ്പൊ നമുക്ക് ഈ സൈഡിൽ ഈ ഡിനോമിനേറ്ററിനെ ന്യൂമറേറ്ററിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടെ ഒരു മൈനസ് സൈൻ കൊടുത്തയച്ചാൽ മതി. അതായത് 1 ബൈ ഇ റേസ് ടു ജെ തീറ്റ എന്നാണ് നമുക്ക് ഇവിടെ കിടക്കുന്നത്. അത് നമുക്ക് മുകളിലോട്ട് വരുമ്പോൾ ഇ റേസ് ടു മൈനസ് ജെ തീറ്റ എന്നാക്കി മാറ്റാൻ വേണ്ടി പറ്റും. അതാണ് ഇവിടെ ചെയ്തേക്കുന്നത്. ഇത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ഇവിടെ കോമൺ ആയിട്ട് ജെ ഉണ്ട്, അതുപോലെ സൈ ബൈ 2 ആണ് മാറ്റുക. n മൈനസ് 1 സൈ ബൈ 2 ഈ ടേം അതുപോലെ തന്നെ. അപ്പൊ നമുക്ക് n മൈനസ് 1 ബൈ 2 ഇൻറ്റു സൈ നമുക്ക് 5 ആയിട്ട് നമ്മളിവിടെ കൺസിഡർ ചെയ്യാം. അപ്പൊ ആ ഇക്വേഷൻ നമുക്ക് ഇങ്ങോട്ട് കൊടുക്കാൻ വേണ്ടി പറ്റും. അപ്പൊ നമുക്കിവിടെ കിട്ടുന്ന പോർഷൻ എങ്ങനെയായിട്ട് ആ വാല്യൂ വരുന്നതെന്ന് നോക്കിയേ. ഇപ്പൊ വരുമ്പോഴത്തേക്ക് എന്ത് കിട്ടും? നമുക്ക് E0 കഴിഞ്ഞിട്ട് നമുക്ക് n മൈനസ് 1 ജെ സൈ ബൈ 2നെ ഇ റേസ് ടു ജെ സൈ എന്ന് എഴുതാം. ഇ റേസ് ടു ജെ തീറ്റ എന്താ? കോസ് തീറ്റ പ്ലസ് ജെ സൈൻ തീറ്റ എന്നാണ് നമ്മളിവിടെ എടുക്കുക. കോസ് തീറ്റ പ്ലസ് ജെ സൈൻ തീറ്റ എന്നുള്ള ടൈമാണ് നമ്മൾ എടുക്കുക. അപ്പൊ നമുക്ക് ഇവിടെ എടുക്കുമ്പോഴത്തേക്ക് ഈ സൈയെ നമുക്ക് എന്താ? സൈ അല്ല ഫൈയെ നമുക്ക് ആംഗിൾ ഫേസ് ഡിഫറൻസ് എന്നുള്ള രീതിയിലേക്ക് നമുക്കിവിടെ മാറ്റാൻ വേണ്ടി പറ്റും. അപ്പോൾ ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ E0 ഇൻറ്റു സൈൻ എൻ സൈ ബൈ 2 ഡിവൈഡ് ബൈ എൻ സൈ ബൈ 2. നമുക്ക് അറേ ഫാക്ടർ എന്ന് പറഞ്ഞാൽ
ഇത്രയും പോർഷൻ നമുക്ക് ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് പോർഷൻ മാത്രം മതി. അപ്പൊ അറേ ഫാക്ടർ AF എന്ന് പറയുമ്പോൾ ഈ E0 നമുക്ക് ഇതിന്റെ ഡിനോമിനേറ്ററിലേക്ക് മാറ്റി കഴിയുമ്പോൾ ET/E0 ഇതിന്റെ റേഷ്യോ ആണ് നമ്മളുടെ അറേ ഫാക്ടർ എന്ന് പറയുന്നത്, AF എന്ന് പറയുന്നത്. അപ്പൊ എന്താ കിട്ടുന്നത്? sin n psi/2 ഡിവൈഡ് ബൈ sin psi/2. അപ്പൊ നമ്മൾ ഇവിടെ എടുത്തേക്കുന്ന അറേ ഫാക്ടർ നമുക്കിത് മാക്സിമം ഫീൽഡ് അല്ല, നമ്മൾ നേരത്തെ പഠിച്ചത് എല്ലാ ഐസോട്രോപിക് പോയിന്റ് സോഴ്സിനെല്ലാം നമ്മൾ പറഞ്ഞ മാക്സിമം ഫീൽഡ് എന്ന് പറഞ്ഞ ഒരു കണ്ടീഷനിലേക്ക് നമ്മൾ തന്നെ മാറ്റുവാണ് ചെയ്തേക്കുന്നത്. അപ്പൊ മാക്സിമം ഫീൽഡ് നമുക്ക് എടുക്കണമെങ്കിൽ നമുക്ക് നേരത്തെ കിട്ടിയ നമ്മുടെ ഇതിനകത്ത് ഡയറക്റ്റ് എന്താ മാക്സിമം ഫീൽഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സൈ എന്ന് പറയുന്ന ടേം 0 ആയിട്ട് കൊടുക്കും. സൈ എന്ന് പറയുന്ന ടേം 0 ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ ഉണ്ടായിരുന്നത് sin n psi/2 എന്നല്ല വരുന്നത്. അപ്പൊ ഇവിടെ sin 0/0 എന്ന് കിട്ടും. അപ്പൊ നമുക്ക് ഇൻഡിറ്റർമിനന്റ് ആയിട്ട് അത് പോകും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ എൽ ഹോസ്പിറ്റൽസ് റൂൾ അപ്ലൈ ചെയ്യുക. എൽ ഹോസ്പിറ്റൽസ് റൂൾ എന്ന് പറഞ്ഞാൽ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിനെ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ഡിഫറൻസിയേഷൻ ചെയ്യുകയാണ് ചെയ്തേക്കുന്നത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ സൈയുടെ വാല്യൂ 0 അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ലാസ്റ്റ് കിട്ടുന്ന ആൻസർ ആണ് ET മാക്സ്, അതായത് മാക്സിമം വാല്യൂ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നതായിരിക്കും E0 n എന്നാണ് നമ്മൾ എടുക്കുക. അപ്പൊ നമുക്ക് ഇതിനെ നേരെ നമുക്ക് നോർമലൈസ്ഡ് പവറിലേക്ക് കൊണ്ടുവരാം. നോർമലൈസ്ഡ് പവർ എന്ന് പറയുമ്പോഴത്തേക്ക് സൈ = 0 എന്ന് തന്നെയാണ്. നോർമലൈസ്ഡ് പവർ എന്ന് പറഞ്ഞാൽ E0 എന്ന് പറയാൻ അസ്യൂം ടു യൂണിറ്റിയിലേക്ക് മാറും. അപ്പൊ ഇവിടെ 1 ആയി കഴിഞ്ഞാൽ ET മാക്സ് എന്ന് പറയാൻ എന്ത് കിട്ടും? n എന്ന് മാത്രമാണ് നമുക്കിവിടെ കിട്ടുക. അപ്പൊ നമുക്കിനി അറേ ഫാക്ടർ നോർമലൈസ്ഡ് വാല്യൂയിലേക്ക് നമുക്ക് നോക്കാം. നോർമലൈസ്ഡ് വാല്യൂ എന്ന് പറഞ്ഞാൽ ഈ നോർമൽ എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാൻ വേണ്ടി പറ്റും? ET ഡിവൈഡഡ് ബൈ ET മാക്സിമം വാല്യൂ എഴുതാം. അപ്പൊ ഈ നോർമൽ എന്താ? ഇലക്ട്രിക് ഫീൽഡ് നോർമലൈസ്ഡ് വാല്യൂ നമ്മൾ എടുക്കുമ്പോൾ എന്ത് വരും? sin n psi/2 ഡിവൈഡ് ബൈ psi/2. ഇനി എന്താ ET മാക്സിന് എന്താ നമ്മൾ പറയുന്നത്? n എന്ന് പറയുന്ന ടൈമില് ഇൻറ്റു n വരും. അപ്പൊ അറേ ഫാക്ടർ n എന്ന് പറയാം, n ടേംസിലുള്ള നമ്മളിവിടെ എടുക്കുക. ഇതാണ് നമ്മളുടെ ഈ നോർമൽ എന്ന് പറഞ്ഞെടുക്കുക. ഇപ്പൊ നമ്മൾ പഠിച്ചത് n ഐസോട്രോപിക് പോയിന്റ് സോഴ്സസ് ഹാവിങ് ഈക്വൽ ആംപ്ലിറ്റ്യൂഡ് ആൻഡ് സ്പേസ് ആണ് നമ്മളിവിടെ എടുത്തേക്കുന്നത്. ഇതിന് ഇത്രയാണ് നമുക്ക് ഇതിന്റെ ഡെറിവേഷൻസ് എഴുതേണ്ടത്. അറേ ഫാക്ടർ വരെയാണ് നമ്മൾ അനാലിസിസ് കണ്ടുപിടിക്കേണ്ടത്.